സാറ് ബിസിനസ് ചെയ്തു വരുന്നു, അത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ സാറിൻ്റെ മക്കൾക്ക് അടുത്ത തലമുറകൾക്ക് കൊടുക്കണം. സാറിന് ഒന്നിൽ കൂടുതൽ മക്കൾ വരുമ്പോൾ നമ്മൾ ചിലപ്പം പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയോ അല്ലെങ്കിൽ LLP ഉള്ള രീതിയിലോട്ട് മാറ്റിയിട്ട് വേണം നമ്മൾ കൊടുക്കാൻ. സ്റ്റാർട്ടപ്പായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന ഒരാൾക്ക് വേണമെങ്കിൽ എപ്പോഴും നല്ലത് ഒന്നെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അല്ലെങ്കിൽ LLPകളായിരിക്കും. 20 പേരിൻ്റെ മുകളിലോട്ട് നമുക്ക് പാർട്ണർമാരെ ആഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ആഡ് ചെയ്യണമെങ്കിൽ അടുത്ത LLPയിലോട്ട് മാറേണ്ടി വരും അല്ലേ? ആദ്യമേ ചെയ്യേണ്ടവരെന്താണെന്ന് വെച്ചാൽ ആ ബിസിനസ്സിനെ പറ്റി പഠിക്കണം. എന്താണ് ബിസിനസ് ചെയ്യാൻ പോകുന്നത്, എന്താണ് ആ ബിസിനസ്സിന് എത്രത്തോളം നമ്മുടെ കോസ്റ്റ് വരും. പ്രൊപ്പറേറ്റർ എന്ന് പറയുന്ന ഒരാൾ ഇപ്പം നമ്മൾ GST എടുക്കണം. ഈ GSTക്ക് രജിസ്ട്രേഷൻ എടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ഒരു ടേൺ ഓവറിൻ്റെ ബേസിൽ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ കൂട്ടത്തിലുള്ളത് ഒരു വിശിഷ്ട വ്യക്തിയാണ്. ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കും ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും ഈ വ്യക്തി പറയുന്ന കാര്യങ്ങൾ ഒരുപാട് ഉപകാരപ്പെടും. ഞാൻ ഈ വ്യക്തിനെ പരിചയപ്പെടുത്താം. ആൾ കൃഷ്ണ വാര്യർ, ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. വാര്യർ ആൻഡ് അസോസിയേറ്റ്സ്, എറണാകുളം. പല ബിസിനസ്സുകാരും ഫേസ് ചെയ്യുന്നൊരു വിഷയം, ബിസിനസ് ചെയ്യാൻ അവർ നന്നായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ടാവും, പക്ഷേ നിയമങ്ങൾ പലതും തെറ്റിപ്പോകുന്നു, അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കാതെ പോകുന്നു. അതുകൊണ്ട് അവർക്ക് ഫൈനുകൾ വരുന്നു, പെനാൽറ്റികൾ വരുന്നു. അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ബിസിനസ് ചെയ്യാൻ തുടങ്ങുന്ന ആൾക്കോ അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരാളോ ബിസിനസ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ നിയമപരമായി ശ്രദ്ധിക്കണം എന്നുള്ളൊരു കാര്യമാണ് ഞങ്ങൾ ഈ ഒരു എപ്പിസോഡിൽ കൂടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഒരുപാട് സ്നേഹത്തോടെ വാര്യർ സാറിനെ നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലോട്ട് സ്വാഗതം ചെയ്യാം. നമസ്കാരം വാര്യർ സാറേ, ഒരുപാട് കാര്യങ്ങൾ ചോദിക്കണമെന്നുണ്ട്. ഒരു ബിസിനസ് പുതുതായിട്ട് തുടങ്ങാൻ പോകുന്ന ആൾക്കും നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കും നിയമപരമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഒരു ബിസിനസ്സിൽ ശ്രദ്ധിക്കണം എന്നുള്ളൊരു കാര്യം സാറിനൊന്ന് പറഞ്ഞു തരാമോ? സാറിൻ്റെ ഈ ചോദ്യത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായതെന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ ബിസിനസ് ചെയ്യുന്നവരുമുണ്ട്, ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർ, പുതിയതായിട്ട് ബിസിനസ് ചെയ്യുന്നവരും, അങ്ങനെയുള്ള രണ്ട് വിഭാഗങ്ങളിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള കുറേ നിർദ്ദേശങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്, അല്ലേ? അതെ. അപ്പം ശരിക്കും സാർ പറഞ്ഞപ്പോൾ നമ്മൾ ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് നമ്മൾ ഇവിടുന്ന് പറഞ്ഞാൽ കുറേ നിയമങ്ങളുണ്ട്. കാരണം ഓരോരോ സ്ഥാപനങ്ങൾക്കും ഓരോരോ നിയമങ്ങളും ഓരോ നിയമങ്ങളും ഉണ്ട്. ആ നിയമങ്ങളിലൊക്കെ നമ്മൾ രജിസ്ട്രേഷൻ എടുക്കണം. ആ രജിസ്ട്രേഷൻ എടുത്തതിന് ശേഷമാണ് ചിലത് ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ രജിസ്ട്രേഷൻ എടുക്കേണ്ടതുണ്ട്, ചിലത് നടത്തുന്നതിന് മുമ്പ് രജിസ്ട്രേഷൻ എടുക്കും. അങ്ങനെ പല രീതിയിൽ വരുന്നുണ്ട്. അപ്പം ഈ സാർ പറഞ്ഞ പോലെ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, പുതിയതായിട്ട് തുടങ്ങാനുള്ള അല്ലെങ്കിൽ ഓൾറെഡി നടന്ന് എക്സിസ്റ്റിംഗ് ബിസിനസ്സുകൾ നമ്മൾ പുതിയൊരു ബിസിനസ്സിലോട്ട് മാറുകയാണെങ്കിൽ അവരാദ്യം ചെയ്യേണ്ടത് അത് ഡൈവേഴ്സിഫൈ ചെയ്യാനായിട്ട്. ഇപ്പം എക്സിസ്റ്റിംഗ് ഒരു ബിസിനസ് ഉണ്ട്, അത് ഡൈവേഴ്സിഫൈ ചെയ്ത് വേറൊരു ബിസിനസ്സിലോട്ട് മാറണം. അങ്ങനെ വരുമ്പോൾ ആദ്യമേ ചെയ്യേണ്ടവരെന്താണെന്ന് വെച്ചാൽ ആ ബിസിനസ്സിനെ പറ്റി പഠിക്കണം. എന്താണ് ബിസിനസ് ചെയ്യാൻ പോകുന്നത്, എന്താണ് ആ ബിസിനസ്സിന് എത്രത്തോളം നമ്മുടെ കോസ്റ്റ് വരും, എത്രത്തോളം ആ പ്രോജക്റ്റ് കോസ്റ്റ് വരും, അതിൽ നിന്ന് എന്ത് റിട്ടേൺ കിട്ടും. ഇപ്പം എക്സിസ്റ്റിംഗ് ചെയ്യുന്ന ബിസിനസ്സിൽ നിന്നാണ് ഫണ്ട് കൊണ്ടുപോയിട്ടാണോ അത് ചെയ്യേണ്ടത്, അത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിട്ടേൺ കിട്ടുമോ? അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വേണം. അതുപോലെ തന്നെ പുതിയ ബിസിനസ് തുടങ്ങുക, ഇപ്പം ന്യൂ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഇവിടെ ഇപ്പം സ്റ്റാർട്ടപ്പുകൾ ഒത്തിരി ആയിട്ട് വരുന്നു, ഗവൺമെൻറ് ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം പുതിയതായിട്ട് പഠിച്ചിറങ്ങുന്ന കുട്ടികളുണ്ട്, അല്ലെങ്കിൽ എഞ്ചിനീയറിങ് അങ്ങനെ കഴിഞ്ഞ് പല മേഖലയിൽ നിന്ന് വരുന്നവർക്കൊക്കെ സർവീസ് സെക്ടറിലാണെങ്കിലും അല്ലാതെയുള്ള മാനുഫാക്ചറിങ്ങിലൊക്കെ ഇതുപോലെയുള്ള MSME ആയിട്ടൊക്കെ രജിസ്റ്റർ ചെയ്തിട്ട് നമുക്ക് ഒത്തിരി, കാരണം ഗവൺമെൻറ് ഭാഗത്തു നിന്ന് കേരള ഗവൺമെൻറ് ആണെങ്കിലും കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിലും ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് വികസിത് ഭാരത് എന്നുള്ള ഒരു വീക്ഷണത്തിലോട്ട് 2047 പോകുന്ന ആ ഒരു വീക്ഷണത്തിലാണ് കേന്ദ്ര ഗവൺമെൻറ് വരുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് കേരള ഗവൺമെൻറ് മുന്നോട്ട് പോയിക്കൊണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വരുന്നവർ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവരുടെയൊക്കെ ഒരു എന്താണ് ചെയ്യാൻ പോകുന്നത്, അവരുടെ ആദ്യം അവർക്ക് അതിനെ പറ്റിയിട്ടുള്ള നോളജ് എന്തൊക്കെ ഉണ്ടെന്നുള്ളത് അവർ മനസ്സിലാക്കണം. എന്നിട്ട് ഇനി പുതിയൊരു ബിസിനസ്സാണ് തുടങ്ങുന്നതെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ ഇൻഡെപ്ത് നോളജ് ഉണ്ടാക്കുക. അതിൻ്റെ പ്രോഡക്റ്റുകൾ എന്തെങ്കിലും, അതിൻ്റെ മാർക്കറ്റിൽ എത്രത്തോളം നമുക്ക് ചിലവ്, അപ്പം അതിനുള്ള ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം, ആദ്യം തന്നെ ചെയ്യേണ്ടത്. അങ്ങനെ പ്രോജക്റ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രോജക്റ്റ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം അതിനകത്ത് വരുന്ന ഫണ്ടുകൾ, ഈ ഫണ്ട് വരുന്ന ഇപ്പോൾ ഒരാൾ ക്യാപിറ്റൽ കൊണ്ടുവരുന്നു. ഇപ്പം പ്രൊപ്പറേറ്റ്, ഇപ്പോൾ നമുക്ക് ഇന്ത്യയിലാകുമ്പം ഈ ബിസിനസ്സുകൾ എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് ഓഫ് എൻറ്റിറ്റികൾ പലതാണ്. ഒരു വ്യക്തി ഒറ്റയ്ക്കായിട്ട് നമ്മൾ പ്രൊപ്പറേറ്റർ ബിസിനസ് തുടങ്ങാം, അതോ രണ്ടോ അതിൽ കൂടുതലോ ആൾക്കാർ ചേർന്ന് നമുക്ക് പാർട്ട്ണർഷിപ്പ് ഫേം തുടങ്ങാം. അതായത് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് പ്രകാരം നമുക്ക് വേണമെങ്കിൽ നമുക്ക് പാർട്ട്ണർഷിപ്പ് തുടങ്ങാം. ഇനി അതല്ല 2008 തൊട്ട് നമുക്ക് LLPകൾ ഇന്ത്യയിൽ വന്നു. അപ്പം LLP ആക്ട്, അത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെ കീഴിലുള്ളതാണ്. LLP ആക്ട് പ്രകാരം നമുക്കൊരു LLP രജിസ്റ്റർ ചെയ്യാം, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ഫേം രജിസ്റ്റർ ചെയ്യാം.
ഇനി അതിലും കുറച്ചുകൂടി ഉയർന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്കൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയോ അല്ലെങ്കിൽ 7 പേര് വെച്ച് മിനിമം വേണമെങ്കിൽ നമുക്കൊരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയോ ചെയ്യാം. ഇനി ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ വ്യവസായം അല്ലെങ്കിൽ ബിസിനസ് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ IPOയ്ക്കും ഒക്കെ പോകുന്നതൊക്കെ. അപ്പം നമ്മൾ ആദ്യം തീരുമാനിക്കേണ്ടത് ഈ പ്രോജക്റ്റ് റിപ്പോർട്ട് നമ്മൾ പഠിച്ചു, ഇന്നത് വരും, ആ പ്രോജക്റ്റിന് വേണ്ട ഫണ്ട് എവിടുന്ന് കണ്ടെത്തുമെന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഇൻഡിവിജ്വലാണ് ഞാൻ പ്രൊപ്പറേറ്റർ ഫേമാണ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ആ ക്യാപിറ്റൽ കൊണ്ടുവരണം ആൾ അല്ലേ. അപ്പം പുള്ളി വേറെ ബിസിനസ്സിൽ നിന്നാണ് എന്തോ ക്യാപിറ്റൽ കൊണ്ടുവരുന്നു, അത് എവിടെ നമ്മൾ എന്ത് തരം ബിസിനസ്സാണ് ചെയ്യുന്നതെന്നുള്ളത് വ്യക്തമായിട്ട് അറിയണം. ഇനി നമുക്ക് കുറച്ചിപ്പം അത്രയും എനിക്ക് മാത്രം ഒരാളായിട്ട് മാത്രമായിട്ടുള്ള ക്യാപിറ്റൽ പോരാ, കുറച്ചുകൂടി കൂടുതൽ എമൗണ്ട് വേണം. അങ്ങനെയുള്ളത് വരുമ്പോഴാണ് നമ്മൾ ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെയൊക്കെ കൂടി കൂട്ടിയിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് ഫേം വരുന്നത്. അപ്പം പ്രൊപ്പറേറ്റർ ബിസിനസ് രജിസ്റ്റർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പം നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബിസിനസ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് പല പല ലൈസൻസുകൾ എടുക്കണം. ഇപ്പം എഡ്യൂക്കേഷൻ അങ്ങനെയുള്ള ഓരോരോ സെക്ടറുകൾ, ഹോസ്പിറ്റൽ, ഇപ്പോൾ ഡ്രഗ് ലൈസൻസ്, ഇപ്പോൾ മെഡിക്കൽ ഷോപ്പ്, അങ്ങനെയുള്ള രജിസ്ട്രേഷനും ധാരാളം അതാത് ഇൻഡസ്ട്രിയെ ഡിപ്പെൻഡ് ചെയ്ത് രജിസ്ട്രേഷൻ സെപ്പറേറ്റ് ഉണ്ട്. ഞാനിപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ കോമൺ ആയിട്ടുള്ള എന്തൊക്കെ രജിസ്ട്രേഷനുകൾ വേണം. ഇപ്പം കേരളത്തിനെ സംബന്ധിച്ചിട്ടുള്ളത് പറയുമ്പോൾ നമ്മൾ ഏത് സ്ഥാപനം തുടങ്ങുവാണെങ്കിലും അതാത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി അവിടെ നമ്മൾ കോർപ്പറേഷനുകൾ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അതായത് ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് പ്രകാരം നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അത് എന്താണെങ്കിലും ചെയ്തിരിക്കണം. അത് ആണ് ഏറ്റവും ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു രജിസ്ട്രേഷൻ. അങ്ങനെ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ഒരു ബിസിനസ്സുകാരൻ കയ്യിൽ കരുതേണ്ടത്? അതെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഷോപ്സ് ആൻഡ് റെസ്റ്റോറൻറ്റ് പഞ്ചായത്തിൽ അത് വരുമ്പോൾ നമുക്ക് എന്താണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, നമ്മൾ എവിടെയാണ് ഇത് തുടങ്ങുന്നത്, ആ ഡോർ നമ്പർ വെച്ചിട്ടുള്ള ഒരു രജിസ്ട്രേഷൻ അതായത് പഞ്ചായത്തിൽ ഒരു 500 രൂപ ഫീസ് അടച്ചിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുക, അത് ചെയ്താണ് വരുന്നത്. അപ്പം അതെന്ന് പറയുന്നത് നമുക്ക് വേറെ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ പ്രൊപ്പറേറ്ററാണ്, പുള്ളിയുടെ പാൻ നമ്പർ, ആധാർ കാർഡ്, ഏത് ബിൽഡിങ്ങിലാണ് അല്ലെങ്കിൽ എവിടെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിൻ്റെ പറ്റിയിട്ടുള്ള ബിൽഡിംഗ് ടാക്സ് അടച്ചതിൻ്റെ ഡോക്യുമെൻ്റ്, അതൊക്കെ മാത്രം മതി നമുക്ക് ചെയ്യാനായിട്ട്. അങ്ങനെയുള്ള അത് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് ഇപ്പം അത് പ്രൊപ്പറേറ്ററെ സംബന്ധിച്ച് ഒരു പ്രൊപ്പറേറ്ററെ സംബന്ധിച്ചിട്ട് അതിൻ്റെ ആ വ്യക്തിയുടെ പാൻ തന്നെയായിരിക്കും ആ സ്ഥാപനത്തിൻ്റെ പാനായിട്ട് വരുന്നത്. അതായത് ഇൻഡിവിജ്വലിൻ്റെ പാൻ കാർഡ് തന്നെയാണ്, പാൻ കാർഡ് തന്നെയായിരിക്കും. ഇൻകം അല്ല, നമ്മൾ ഈ പാൻ കാർഡ് എന്ന് പറഞ്ഞാൽ പെർമനന്റ് അക്കൗണ്ട് നമ്പർ എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇൻകം ടാക്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പാൻ ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ ഇൻകം ടാക്സ് ഫയൽ ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, നമ്മളിപ്പം ഓരോ സ്ഥാപനങ്ങൾ നമുക്കിവിടെ മെയിനായിട്ട് വരുന്നതെന്ന് പറയുന്നത് ആക്ടുകൾ എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് ഉണ്ട്, GST ഉണ്ട്, പിന്നെ കമ്പനികളാണ് കമ്പനീസ് ആക്ട് പ്രകാരമുള്ള ഫയലിങ്ങുകളാണ് നമുക്ക് മെയിനായിട്ട് വരുന്നത്. അപ്പം ഈ പ്രൊപ്പറേറ്റർ പാൻ വെച്ചിട്ട് നമ്മളിതിങ്ങനെ ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് പ്രകാരം നമ്മൾ രജിസ്റ്റർ ചെയ്ത് ബിസിനസ് തുടങ്ങി പോകുമ്പോൾ അവിടെ നമുക്ക് പിന്നെ അടുത്തത് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പാൻ വെച്ചു ഈ പ്രൊപ്പറേറ്ററുടെ പാൻ തന്നെയായിരിക്കും നമുക്ക് ഇത് വരുന്നത്. അത് രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ GST രജിസ്ട്രേഷൻ വേണോ വേണ്ടയോ എന്നുള്ളതാണ് നമുക്ക് വരുന്നത്. ഞാൻ ഇപ്പോൾ ആദ്യം പ്രൊപ്പറേറ്റർ പറയാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് പാർട്ട്ണർഷിപ്പ് ഫേമിലോട്ടും LLPയിലോട്ടും കമ്പനിയിലോട്ടും കിടക്കാം. ഈ പ്രൊപ്പറേറ്റർ എന്ന് പറയുന്ന ഒരാൾ ഇപ്പം നമ്മൾ GST എടുക്കണം. ഈ GSTക്ക് രജിസ്ട്രേഷൻ എടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ഒരു ടേൺ ഓവറിൻ്റെ ബേസിൽ. ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ടേൺ ഓവർ, എത്ര ടേൺ ഓവർ. അതായത് ഉദാഹരണത്തിന് നമ്മൾ സർവീസ് സെക്ടറിലുള്ളതിന് നമുക്ക് 20 ലക്ഷം, ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 20 ലക്ഷം വരെയുള്ള ബിസിനസ്സാണ് നമ്മുടെ ടേൺ ഓവർ എങ്കിൽ നമുക്ക് രജിസ്ട്രേഷൻ വേണ്ട. പക്ഷേ ഗുഡ്സ് ആണെങ്കിൽ 40 ലക്ഷമാണ് പറയുന്നത്. അതിൽ ആ ടേൺ ഓവറിൻ്റെ ഡെഫിനേഷൻ GST പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ചെയ്യുന്ന ഇൻഡിവിജ്വൽ നമുക്ക് ഇപ്പോൾ ഒരു മെഡിക്കൽ പ്രൊഫഷൻ ആണെങ്കിൽ അത് എക്സംപ്റ്റഡാണ്, മെഡിക്കൽ പ്രൊഫഷൻ GST വരുമല്ലാതെ. പക്ഷേ അതും ഇതിൻ്റെ ടേൺ ഓവറില്ല. അപ്പം അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്നാണ് അതിൽ പറയുന്നത്. അപ്പോൾ അഗ്രിഗേറ്റ് ടേൺ ഓവർ 20 ലാക്ക് പോകുക, അതായത് സർവീസ് സെക്ടറിൽ 20 വരുവാണെങ്കിൽ നമ്മൾ GST രജിസ്ട്രേഷൻ എടുക്കണം. അപ്പോൾ നമ്മൾ ഉദാഹരണം ജ്വല്ലറി സെക്ടറിലുള്ളതാണെങ്കിൽ നമുക്ക് 40 ലാക്കാണ് വരുന്നത്, കാരണം ഗുഡ്സ് ആണ് കൊടുക്കുന്നത്. സാർ ഇപ്പോൾ സംസാരിച്ചപ്പം പറഞ്ഞു ഈ സർവീസ് മേഖലയ്ക്കും ഗുഡ്സ് മേഖലയ്ക്കും GSTയുടെ ലിമിറ്റ് 2 രീതിയിലാണെന്ന് പറഞ്ഞത്. അതൊന്നും കൂടെ ഒന്ന് ക്ലാരിറ്റി ആക്കി പറയാം സാർ. നമ്മൾ ഈ സർവീസ് സെക്ടർ എന്ന് പറഞ്ഞ ഉദാഹരണം ഇപ്പം ചാർട്ടേഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു സർവീസ് സെക്ടറാണ്. ഞാൻ എല്ലാവർക്കും സർവീസ് കൊടുക്കുവാണ്. അപ്പോൾ അങ്ങനെയുള്ള സർവീസ് കൊടുക്കുന്ന മേഖലകളാണെങ്കിൽ 20 ലക്ഷമാണ് നമുക്കൊരു ഫിനാൻഷ്യൽ ഇയറിൽ വരാവുന്നത്. അതായത് 1 രൂപ തൊട്ട് 20 ലക്ഷം രൂപ വരെ അവർ GST രജിസ്ട്രേഷൻ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. 20 ലക്ഷം രൂപ വരെ സർവീസ് മേഖലയ്ക്ക് GST വേണ്ട, അല്ലെങ്കിൽ അതിൻ്റെ രജിസ്ട്രേഷൻ വേണ്ട എന്ന് സാറ് പറഞ്ഞല്ലോ. അത് ഒരു വർഷം ഈ സർവീസ് മേഖലയിൽ കൂടെ ആ മേഖലയ്ക്ക് കിട്ടുന്ന ഇൻകത്തിനെയാണോ പറയുന്നത്? അതെ. അതായത് നമ്മൾ ഈ 20 ലക്ഷം എന്ന് പറയുന്ന ആ ത്രഷോൾഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ടേൺ ഓവർ, അതായത് ടോട്ടൽ സെയിൽസ് എന്ന് പറയും.
അതായത് നമ്മുടെ ഫീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഔട്ട്വേർഡ് സപ്ലൈ സർവീസ് മേഖലയ്ക്ക് കിട്ടുന്ന ഇൻകത്തിന് അതെ അതെ 20 ലക്ഷം വരെ ഒരു വർഷം വരെ വേണ്ട. ഉള്ളവർക്ക് അത് എല്ലാ സർവീസ് മേഖലയ്ക്കും അങ്ങനെ തന്നെയാണോ? അത് തന്നെ, സർവീസ് മേഖലയ്ക്ക് അത് തന്നെയാണ്. ഓക്കെ. രണ്ടാമത് സാറ് പറഞ്ഞു മെഡിക്കൽ മേഖലയിൽ എന്തോ ഇളവുകളുണ്ട്. അതെ അതെ, അതായത് മെഡിക്കൽ മേഖല GST വരുന്നില്ല, അത് എക്സംപ്റ്റഡ് സർവീസ്, അതായത് അതിൽ GSTable അല്ല ശരിക്കും മെഡിക്കൽ. അതായത് ഡോക്ടേഴ്സ്, ഹോസ്പിറ്റലിൽ എന്ന് വെച്ചാൽ ഫാർമസി എന്ന് പറഞ്ഞാൽ ശരിക്കും GSTable ആയി വരും. മെഡിക്കൽ ഷോപ്പുകൾക്ക് വേണം. അതായത് നമുക്കിപ്പോൾ ഹോസ്പിറ്റൽ ബിസിനസ്, അതായത് ബിസിനസ് എന്ന് പറയത്തില്ല, ഒരു അങ്ങനെയുള്ള സർവീസ് സെക്ടറിൽ വരുന്നത് നമുക്ക് GSTable അല്ല. അതിന് ലിമിറ്റ് ഇല്ല, എത്ര തന്നെയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഡോക്ടേഴ്സ് പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടേഴ്സിന് അവരുടെ കൺസൾട്ടിങ് ഫീ എത്ര തന്നെ വാങ്ങിച്ചാലും അവർക്ക് വേറെ മറ്റ് ബിസിനസ്സുകളില്ല എങ്കിൽ ഇതൊന്നും GST. ഇവൻ അവർ മറ്റ് ബിസിനസ്സുകൾ ഉണ്ടെങ്കിലാണ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അഗ്രിഗേറ്റ് ടേൺ ഓവറാണ് എടുക്കുന്നത്. അതായത് നമുക്കൊരു GST രജിസ്ട്രേഷൻ എടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്നാണ് പറയുന്നത്. അഗ്രിഗേറ്റ് ടേൺ ഓവർ ഇപ്പോൾ ഉദാഹരണം ഒരു ഡോക്ടറെ സംബന്ധിച്ചിട്ട് ഡോക്ടർ ഒരു ഫാർമസി നടത്തുന്നുണ്ട്, ക്ലിനിക്ക് നടത്തുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു ഹോസ്പിറ്റലിൽ പുള്ളി കൺസൾട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിൽ പോകുന്നതിൻ്റെ ഫീസും ടോട്ടൽ ഫീസാണ് നമ്മുടെ അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്ന് പറയുന്നത്. അത് 20 lakh എബവ് വരുവാണെങ്കിൽ ആൾ രജിസ്റ്റർ ചെയ്യണം. കാരണം ആ ഫാർമസിക്ക് വേണ്ടിയിട്ട് ആൾ രജിസ്റ്റർ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ക്ലിനിക്കിലുള്ള GSTable ആണെന്നുണ്ടെങ്കിൽ അതിന് ക്ലിനിക്ക്, അല്ലെങ്കിൽ ചെയ്യേണ്ട GSTable ആണെന്നുണ്ടെങ്കിൽ മാത്രം. ഉദാഹരണത്തിന് നമുക്ക് ഈ ഡോക്ടർമാർ തന്നെ ഈ ഹെയർ ഫിക്സ് ചെയ്യുന്ന അങ്ങനെയുള്ള കോസ്മെറ്റോളജി അങ്ങനെ ചെയ്യുന്നതിലൊക്കെ പലതും GSTable ആയിട്ട് വരുന്നുണ്ട്. അത് അങ്ങനെയുള്ള ക്ലിനിക്കുകളൊക്കെ രജിസ്റ്റർ ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടെ ഫാർമസി ഉണ്ട്, ഫാർമസിയുടെ സെയിൽ 20 lakh എബവ് പോകുമ്പോൾ അത് രജിസ്റ്റർ. അപ്പോൾ നമ്മുടെ അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്നാണ് അതിന് പറയുന്നത്. അത് 20 ലക്ഷത്തിൽ കൂടുതൽ വേണം. മറ്റ് സർവീസുകൾക്കൊക്കെ 20 ലക്ഷത്തിൻ്റെ ടേൺ ഓവർ ആണ് നമ്മൾ സർവീസ് സെക്ടറിൽ വെച്ചിരിക്കുന്ന നമ്മുടെ ത്രഷോൾഡ് ലിമിറ്റ് എന്ന് പറയുന്നത് 20 ലക്ഷം ഒരു ഫിനാൻഷ്യൽ ഇയറിൽ. ഇപ്പോൾ സാറ് പറഞ്ഞു സർവീസ് മേഖലയിൽ 20 ലക്ഷം വരെ വരുമാനമുണ്ടെങ്കിൽ GST വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 20 ലക്ഷത്തിന് മുകളിലോട്ട് വന്നാൽ എന്താണ്? അതായത് ഞാൻ പറഞ്ഞ അതെ, സർവീസിൽ 20 ലക്ഷമാണ് ത്രഷോൾഡ് ലിമിറ്റ്. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇയറിലാണ് ഞാൻ പറഞ്ഞു, ഫിനാൻഷ്യൽ ഏപ്രിൽ ടു മാർച്ചാണ് വരുന്നത്. അല്ല നമുക്കൊരു സെപ്റ്റംബർ കഴിയുമ്പോൾ നമ്മൾ 20 ലക്ഷത്തിൽ കഴിഞ്ഞു, 20 ലക്ഷത്തിന് മുകളിലോട്ട് വരുന്നു. അപ്പോഴാണ് നമ്മൾ ശരിക്കും രജിസ്ട്രേഷൻ എടുക്കേണ്ടത്, കമ്പൽസറി രജിസ്ട്രേഷൻ. നമുക്ക് വേണമെങ്കിൽ വോളണ്ടറി വേണമെങ്കിൽ രജിസ്ട്രേഷൻ എടുക്കാം. ഇപ്പം പലരും ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ബിസിനസ് തുടങ്ങി അപ്പോൾ തന്നെ നമുക്ക് GST ഈ 20 lakh 40 lakh ലിമിറ്റ് നോക്കൂല, അതിന് മുമ്പ് തന്നെ രജിസ്ട്രേഷൻ എടുക്കും. കാരണം പല കാരണം കൊണ്ട് നമ്മൾ പർച്ചേസ് ഇൻട്രസ്റ്റേറ്റ് പർച്ചേസ് വരും, അതിൻ്റെ ഇൻപുട്ട് എടുക്കുക, അങ്ങനെയുള്ളതുണ്ട്. ഇവിടെ ഞാൻ പറയുന്നത് കമ്പൽസറി രജിസ്ട്രേഷൻ എടുക്കേണ്ടതാണ് 20 lakh എന്ന് പറയുന്നത്. അപ്പോൾ സർവീസ് സെക്ടർ സാറ് ചോദിച്ചതനുസരിച്ചിട്ട് നമ്മൾ 20 ലക്ഷത്തിൽ കൂടുതൽ വരുമ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇൻകം ഇടയ്ക്കാണ് വരുന്നതെങ്കിൽ അത് കൂടുന്ന ടൈമിലാണ് നമ്മൾ രജിസ്ട്രേഷൻ വരുന്നത്. അപ്പം 20 ലക്ഷത്തിന് മുകളിലോട്ട് വന്നതിനൊക്കെ നമ്മൾ 18% ടാക്സ് കളക്ട് ചെയ്തിട്ട് നമ്മൾ ഗവൺമെൻറ്റിന് അടയ്ക്കണം. 18% ആണ് സർവീസ് വരുന്നത്, 18%. ഗുഡ്സ് മേഖലയിലാണെങ്കിലോ? ഗുഡ്സ് മേഖലയിലാകുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ 20 ലക്ഷം എന്നുള്ളത് 40 ലക്ഷമായിട്ട് ഉയർത്തിയിട്ടുണ്ട്. ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 40 ലക്ഷം വരെ. അതിനിടയ്ക്ക് ഇപ്പം ഞാൻ എല്ലാ വർഷവും 40 ലക്ഷത്തിൽ താഴെ ബിസിനസ് ചെയ്യുന്ന ആണെങ്കിൽ റീറ്റെയിൽ അങ്ങനെയുള്ള കടകൾക്കൊന്നും രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമില്ല. അതായത് കമ്പൽസറി രജിസ്ട്രേഷൻ വരുന്നില്ല. 40 ലക്ഷത്തിൽ കൂടുതൽ വരുമ്പോഴാണ് നമ്മൾ GST രജിസ്ട്രേഷനിലോട്ട് പോകുന്നത്. ഓക്കെ. ഇപ്പം പ്രൊപ്പറേറ്ററുടെ കാര്യമാണ് പറഞ്ഞത്. അതേപോലെ ഇനി പറഞ്ഞു പാർട്ട്ണർഷിപ്പ് ഉണ്ട്, LLP ഉണ്ട്, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഉണ്ട് എന്ന് പറഞ്ഞു. അതിനെപ്പറ്റിയും കൂടി ഒന്ന് വിശദമായിട്ട് സംസാരിക്കാം. നമ്മളിത് പറഞ്ഞു വന്നാൽ നമ്മൾ ആ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടിൻ്റെ ബേസിലാണ് നമ്മൾ പറഞ്ഞത്. അതായത് ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടിൻ്റെ പ്രോജക്റ്റ് കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ് നമുക്ക് എങ്ങനെ കണ്ടെത്താം. അതിപ്പോൾ ഞാനൊരു പ്രൊപ്പറേറ്റർ, എനിക്ക് തന്നെ ഫണ്ടുണ്ട്, അല്ലെങ്കിൽ ബാങ്ക് ലോൺ കൂടെ എടുത്തിട്ട് എനിക്കത് ചെയ്യാം, അങ്ങനെയാണെന്ന് പറയുവാണെങ്കിൽ നമുക്ക് വേറൊരാളെ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതായത് ഒരു പ്രൊപ്പറേറ്റർ വേണോ, പാർട്ട്ണർഷിപ്പ് ഫേം വേണോ, അതോ നമുക്ക് LLP വേണോ എന്ന് തീരുമാനിക്കുന്നത് വെച്ചാൽ മെയിനായിട്ട് നമുക്കതിൻ്റെ ടാക്സ് ഇംപ്ലിക്കേഷൻസ്. ഇന്ത്യയിലെ ഇൻകം ടാക്സ് നിയമം വെച്ചിട്ട് നമുക്ക് പ്രൊപ്പറേറ്ററുടേത് ഒരു സ്ലാബ് റേറ്റിലാണ് ഇൻകം ടാക്സ് കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ പാർട്ട്ണർഷിപ്പ് ഫേമും LLPയിലും ഇൻകം ടാക്സിൽ രണ്ടും ഒരുപോലെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഇൻകം ടാക്സ് ആക്ടിൽ ഫേം എന്ന് പറയുമ്പോൾ അതിനകത്ത് LLPയും കൂടി ഇൻക്ലൂഡഡ് ആണ്. അപ്പം ഇൻകം ടാക്സ് ആക്ടിൽ LLP ആണെങ്കിലും പാർട്ട്ണർഷിപ്പ് ഫേം ആണെങ്കിലും ഒരേ ടാക്സ് ആണ് വരുന്നത്. പക്ഷേ നമുക്ക് കമ്പനി നോക്കുവാണെങ്കിൽ അതല്ല, റേറ്റ് വ്യത്യാസമുണ്ട്. അപ്പം ഇതിലേതാണ് ഡിസൈഡ് ചെയ്യുന്നതിൽ ഒരു ഫാക്ടറാണ് നമുക്ക് ടാക്സ് ഇംപ്ലിക്കേഷൻസ്. ടാക്സ് റേറ്റ് പലതാണ്. ഇപ്പോൾ പ്രൊപ്പറേറ്റർക്ക് വലുത്, പാർട്ട്ണർഷിപ്പ് ഫേമിന്, അതുപോലെ തന്നെ LLP കമ്പനി ഉള്ളതിനൊക്കെ വ്യത്യസ്തമായ ഇത് വരും. അതുപോലെ തന്നെ വേറൊരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്, ഇതിൽ നമുക്ക് ഫണ്ട് കൊണ്ടുവരുന്നത്. ഇപ്പം
ആദ്യമേ ഞാൻ പറഞ്ഞ പോലെ പ്രൊപ്പറേറ്റർ ബിസിനസ് നടത്തുമ്പം അതിന് വേണ്ട പ്രോജക്റ്റ് കോസ്റ്റിലുള്ള ഫണ്ട് എനിക്ക് തന്നെ കണ്ടെത്താൻ പറ്റും, അല്ലെങ്കിൽ ബാങ്ക് കൂടി കണ്ടെത്താൻ പറ്റും. നമ്മൾ പാർട്ട്ണർഷിപ്പ് ഫേമിലോട്ട് പോകണമെന്നില്ല. ആ ഒരു ഫാക്ടർ നോക്കുമ്പോഴത്തേനും അതുപോലെ നമുക്ക് കുറച്ചുകൂടി ഫണ്ട് വേണം. അപ്പം നമ്മുടെ ഫ്രണ്ട് ഉണ്ട്, അല്ലെങ്കിൽ റിലേറ്റീവ് ആയിട്ടുള്ളവരുണ്ട്, അങ്ങനെ അവരെയും കൂടി കൂട്ടി നമുക്കൊരു പാർട്ട്ണർഷിപ്പ് ഫേം നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഇന്ത്യയിൽ പാർട്ട്ണർഷിപ്പ് ആക്ട് പ്രകാരം വരുന്നതിൽ ഓരോരോ സ്റ്റേറ്റാണ് അതിൻ്റെ സ്റ്റാമ്പ് ഡ്യൂട്ടി തീരുമാനിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ നമ്മളിപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് ഫേം കൊണ്ടുവരണം, എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ 5,000 റുപ്പീസിൻ്റെ ആണ് ഇന്നത്തെ ഡേറ്റ് വെച്ച് നോക്കുവാണെങ്കിൽ ഇപ്പം 5,000 രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ വാങ്ങിച്ചിട്ടാണ് നമ്മളിത് എക്സിക്യൂട്ട് ചെയ്യുക. ഒരു കാര്യം സാറേ ചോദിക്കട്ടെ, സാറിപ്പോൾ സംസാരിച്ചു പാർട്ട്ണർഷിപ്പ് ഫേമിൽ 5,000 രൂപയുടെ സ്റ്റാമ്പ് ഡ്യൂട്ടി അടച്ചിട്ടുള്ള പേപ്പറിലാണ് എഗ്രിമെൻറ്റ്, സ്റ്റാമ്പ് പേപ്പറാണ് എഗ്രിമെൻറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അത് വലിയ പാർട്ട്ണർഷിപ്പ് ഫേമിലും ചെറിയ പാർട്ട്ണർഷിപ്പിലും ഫേമിലും ഈ 5,000 രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ തന്നെയാണോ വേണ്ടത്? അതെ, ഈ സ്റ്റാമ്പ് ഡ്യൂട്ടി ഞാൻ പറഞ്ഞു, അതായത് സ്റ്റേറ്റുകളാണ് സ്റ്റാമ്പ് ആക്ട് പ്രകാരമാണ് അത് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിൽ ഇപ്പോഴത്തെ വെച്ചിട്ട് 2013 തൊട്ടിട്ട് 5,000 രൂപയുടെ സ്റ്റാമ്പ് പേപ്പറാണ് കേരളത്തിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഫേം എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് വേണ്ടത്. അപ്പം 2 അതിൽ കൂടുതലോ ആൾക്കാർ, നമുക്ക് പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറയുമ്പോൾ നമുക്ക് മാക്സിമം പോകാവുന്ന ഇത്ര നമ്പറൊന്നുണ്ട്. അത് എത്ര നമ്പറാണ്? അതെന്ന് പറയുന്നത് 20 പേരാണ്. ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ നമുക്ക് മാക്സിമം പറ്റുന്നത് 20 പേരാണ്. അപ്പം അങ്ങനെയുള്ളത് അവിടെ എത്ര 20 പേര് വരെ ഉള്ളതും ഇനി കൂടുതൽ ക്യാപിറ്റൽ കൊണ്ടുവന്നത് വെച്ചിട്ടല്ല ഈ 5,000 രൂപ തീരുമാനിക്കുക. അത് ഗവൺമെൻറ് തീരുമാനിച്ച ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിന് സ്റ്റാമ്പ് ഡ്യൂട്ടി 5,000 സ്റ്റാമ്പ് പേപ്പർ വാങ്ങിക്കേണ്ടത്. അത് നമ്മളിപ്പോൾ റീസെൻ്റായിട്ട് ഈ സ്റ്റാമ്പ് വാങ്ങിക്കുന്നു, അത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ 5,000 ആണ് കേരളത്തിൽ. ഇനിയിപ്പോൾ കേരളത്തിന് വേണ്ടി തമിഴ്നാട്, കർണാടകയൊക്കെ പോയാൽ 1,000 രൂപയുടെ വരുന്നുള്ളൂ. ഓക്കെ, അതായത് പാർട്ട്ണർഷിപ്പ് ഫേമിൽ നമുക്ക് ഏറ്റവും മാക്സിമം കൂട്ടാൻ പറ്റുന്ന പാർട്ട്ണർമാരെന്ന് പറയുന്നത് 20 പേരാണ്. 20 പേരിൻ്റെ മുകളിലോട്ട് നമുക്ക് പാർട്ട്ണർമാരെ ആഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെ ആഡ് ചെയ്യണമെങ്കിൽ അടുത്ത LLP-യിലോട്ട് മാറേണ്ടി വരും അല്ലേ? അതെ. അങ്ങനെയാണെങ്കിൽ LLP-നെ പറ്റി ഒന്ന് പറയാമോ? അതെ, അതായത് ഈ LLP എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ തന്നെ ഉണ്ട് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ഫേം എന്നാണ് അതിൻ്റെ അർത്ഥം തന്നെ. അതായത് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്, ഇത് നമ്മൾ ശരിക്കും വരുന്നത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെ കീഴിലാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത്. അതായത് കേന്ദ്ര ഗവൺമെൻറ്റിലാണ് കീഴെയാണ് നമ്മൾ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്, കമ്പനീസ് ആക്ടും ഒക്കെ അതിലാണ് വരുന്നത്, ആ ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അതിൽ നമ്മൾ 2008 LLP ആക്ട് വരുന്നത്. ആ ആക്ട് പ്രകാരം നമുക്ക് ഒരു LLP ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതിലും ഈ പറഞ്ഞ രീതിയിൽ മിനിമം 2 പേര് വേണം, 2 അതിൽ കൂടുതൽ നമ്പറിന് LLP ആക്ട് പ്രകാരം പറയണില്ല. എത്ര നമ്പർ വേണേലും ആകാം, 200 ആകാം, 300 ആകാം, 400 ആകാം, എത്ര വേണേലും നമുക്ക് LLP-യിൽ പാർട്ട്ണറായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. പാർട്ട്ണർ എന്നാണോ പറയുക, ഷെയർ ഹോൾഡർ എന്നാണോ പറയുക? LLP-യിൽ ശരിക്കും നമ്മൾ പാർട്ട്ണർ അല്ലെങ്കിൽ ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ എന്നുള്ള രീതിയിലാണ് വരുന്നത്. നമ്മൾ ഇപ്പോൾ അതിൽ വർക്കിംഗ് പാർട്ട്ണറായിട്ട് വരുന്ന അവരെ നമുക്ക് വേണേൽ ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ. സാർ, ഇത് ഈ LLP-യിൽ നമ്മൾ ഏറ്റവും ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ LLP ആക്ടിൽ പറയുമ്പോൾ നമ്മൾ അതിലൊരു LLP എഗ്രിമെൻ്റ് ഉണ്ട്. നമ്മൾ ആദ്യം പാർട്ട്ണർഷിപ്പ് ഫേമിൽ 5,000 സ്റ്റാമ്പ് പേപ്പറിൽ ഒരു എഗ്രിമെൻ്റ് എടുക്കുന്ന പോലെ തന്നെ LLP-യിൽ നമ്മളൊരു എഗ്രിമെൻ്റ് എക്സിക്യൂട്ട് ചെയ്യണം. അതിൻ്റെ ഇൻകോർപ്പറേഷൻ സമയത്ത് കഴിഞ്ഞ് വിതിൻ 30 days ആണ് നമ്മൾ MCAയിൽ ഫയൽ ചെയ്യേണ്ടത്. ആ LLP എഗ്രിമെൻറ്റിനകത്ത് നമുക്ക് ഡിഫൈൻ ചെയ്യാം. അതായത് നമുക്ക് വേണേൽ പാർട്ട്ണർ ഇന്നത്, ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ, അതിൽ വേണമെങ്കിൽ നമുക്ക് മറ്റു പല ചെയർമാൻ എന്നുള്ള രീതിയിലോ ഡയറക്ടറോ മറ്റു പല പേരുകളിൽ വേണമെങ്കിൽ നമുക്ക്, അതായത് ഈ LLP-യെ സംബന്ധിച്ചിട്ട് LLP എഗ്രിമെൻ്റ് ആണ് അതിൻ്റെ ഒരു ബൈബിൾ എന്നുള്ള രീതിയിൽ വരുന്നത്. എഗ്രിമെന്റിൽ ആ ഒരു LLP കമ്പനി നടക്കേണ്ടത് എങ്ങനെയാണ്, അതിന്റെ ഇത് ഉള്ളിൽ നടത്തിക്കൊണ്ട് പോകേണ്ടത് എങ്ങനെയെന്ന് പറയുന്ന കാര്യം നമുക്ക് എഗ്രിമെന്റിൽ കൊള്ളിക്കാം. അതായത് പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ നമ്മൾ ഡീഡിനകത്ത് നമ്മൾ അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ വരുന്ന രീതി, അതായത് ഓരോ പാർട്ട്ണർമാർക്ക് എത്ര രൂപയാണ് നമ്മൾ റെമ്യൂണറേഷൻ, അതിന്റെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്താണ്, ക്യാപിറ്റലിന്റെ റേഷ്യോ എത്രയാണ്, എത്ര രൂപ ക്യാപിറ്റൽ കൊണ്ടുവരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ LLP എഗ്രിമെന്റിലും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ നമുക്ക് ആ LLP-യുടെ എഗ്രിമെന്റിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുക്കാം. അത് അതിന്റെ ബൈലോ ആയിട്ട് മാറും. ബൈലോ എന്നുള്ള രീതിയിലായിട്ട് തന്നെ LLP എഗ്രിമെന്റ് പോകും. പിന്നെ നമുക്ക് പുതിയൊരു പാർട്ട്ണർ വരുമ്പോൾ നമുക്ക് ആഡ് ചെയ്യാം. അതൊക്കെ ഈ LLP-ക്കുള്ള ഏറ്റവും വലിയൊരു പോസിറ്റീവ് വശം എന്ന് പറയുന്നത് നമുക്ക് 20 മുകളിലോ 100 പേരെയൊക്കെ ആണെങ്കിൽ നമുക്ക് LLP-യിലുള്ള, അതായത് നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ LLP-യിൽ ഞാൻ ഈ പറഞ്ഞ പോലെ പാർട്ട്ണർഷിപ്പ് ഫേമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, നമുക്ക് കമ്പനിയായിട്ട് കമ്പയർ ചെയ്യാം, പാർട്ട്ണർഷിപ്പ് ഫേമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ LLP-യിൽ നമുക്ക് ഇത്ര പേരൊന്നുമില്ല. അതായത് നമുക്ക് എത്ര പേര് വേണേലും, മിനിമം 2 പേര് വേണം, അതിൽ കൂടുതൽ എത്ര പേര് വേണേലും നമുക്ക് ഇത് ചെയ്യാൻ പറ്റും, ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ LLP ഞാൻ പറഞ്ഞപ്പോൾ പേരിൽ തന്നെ ഉണ്ട് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് എന്ന്. അതായത് അതിൻ്റെ ലയബിലിറ്റി എപ്പോഴും ലിമിറ്റഡ് ആയിരിക്കും. അതാണ് അതായത് നമ്മൾ കമ്പനിയുടെ കേസ് വരെ, കമ്പനി എന്തുകൊണ്ടാണ് നമ്മൾ കമ്പനിയുടെ പേരുകളിൽ ലിമിറ്റഡ് എന്ന് ഉപയോഗിക്കുന്നത്, പ്രൈവറ്റ് ലിമിറ്റഡ്
ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് എന്നല്ല, ഷെയർ ഹോൾഡറാണ് അത് കമ്പനി വരുന്നത്. അത് പറഞ്ഞ പോലെ തന്നെ LLPയിൽ പാർട്ട്ണർമാരാണ്. അവരുടെ ഒരു ലയബിലിറ്റി വരുന്നതെന്ന് പറയുന്നത് അവരുടെ കോൺട്രിബ്യൂഷനാണ്. അതായത് LLPകൾ നമ്മൾ വരുന്ന ക്യാപിറ്റൽ എന്ന് പറയുന്ന പേരാണ് കോൺട്രിബ്യൂഷൻ. ആ കോൺട്രിബ്യൂഷനാണ് അവരുടെ ലിമിറ്റ് വരുന്നത്. ഇപ്പം ഞാനൊരു 2 ലക്ഷം ഇട്ടിട്ട് ഒരു LLP സ്റ്റാർട്ട് ചെയ്തു, അത് 2 പേര് കൂടിയിട്ട്, അപ്പോൾ അവരുടെ കോൺട്രിബ്യൂഷൻ വരെ മാക്സിമം അവരുടെ ലയബിലിറ്റി വരുള്ളൂ, നേരിട്ടുള്ള ലയബിലിറ്റി. ഇനി അങ്ങനെ പറയേണ്ടത് കമ്പനിയിലാവുമ്പോൾ അതിൻ്റെ ഷെയർ എത്രയാണ് അവരുടെ ഷെയർ എമൗണ്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് അതാണ് അവരുടെ ലയബിലിറ്റി വരുന്നത്. അപ്പം പാർട്ട്ണർഷിപ്പ് ഫേമും LLPയും തമ്മിൽ നമ്മൾ നോക്കുമ്പോൾ മെയിനായിട്ട് പറയുന്നത് നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് നമുക്ക് എത്ര വേണേലും ആകാം. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലയബിലിറ്റി ലിമിറ്റ്. ഇപ്പം ബിസിനസ് ആകുമ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല, ഇൻ ഫ്യൂച്ചറിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ലയബിലിറ്റി വരാം. അതായത് ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ് LLP എന്ന് പറയുമ്പോൾ. ആ ലയബിലിറ്റി വരുമ്പോൾ LLPയുടെ ഒരു ലയബിലിറ്റി ആയിട്ട് വരുവാണെങ്കിൽ അതിലെ പാർട്ട്ണറുടെ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ആടെ കോൺട്രിബ്യൂഷൻ എത്രയാണോ ആ എമൗണ്ട് വരെ ലിമിറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ആ പേരിൽ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് തന്നെ. ഓക്കെ അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതും ഒരു എഗ്രിമെൻറ്റ് ചെയ്യണമെങ്കിൽ ഒരു സ്റ്റാമ്പ് പേപ്പർ വേണമല്ലോ. ആ സ്റ്റാമ്പ് പേപ്പറിന് എത്രയാണ്? LLPയിൽ നമ്മൾ സ്റ്റാമ്പ് പേപ്പറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1000 രൂപീസിൻ്റെയാണ് വരുന്നത്. അതായത് 1000 രൂപീസിൻ്റെ സ്റ്റാമ്പ് പേപ്പർ വാങ്ങിച്ചിട്ട് ഈ സ്റ്റാമ്പ് വാങ്ങിച്ചിട്ട് നമുക്ക് അതിലാണ് ഇത് എക്സിക്യൂട്ട് ചെയ്തിട്ട് നമ്മൾ MCAയിലാണ് ഫയൽ ചെയ്യും, മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്. അതായത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് എങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ അത് ആ ഡിപ്പാർട്ട്മെൻറ്റ് അതാത് സ്റ്റേറ്റുകളിൽ നമുക്ക് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഉണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് എറണാകുളം. അപ്പോൾ ആ രജിസ്ട്രാർ ഓഫ് കമ്പനീസിലാണ് ഇത് ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതാത് സ്റ്റേറ്റിൻ്റെ ROCൻ്റെ കീഴിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇപ്പം പറഞ്ഞ നമ്മൾ LLPയുടെ ഡീഡ് നമ്മൾ അതിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടി വരുന്നത്, രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ രജിസ്റ്റർ ചെയ്യണം. സാർ ഇപ്പം 2-3 പ്രാവശ്യം ഈ സ്റ്റാമ്പിംഗ് എന്ന് പറഞ്ഞു, എന്താണ് ഈ സ്റ്റാമ്പിംഗ്? ഈ സ്റ്റാമ്പ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ സ്റ്റാമ്പ് പേപ്പർ വെണ്ടറുടെ അടുത്ത് പോയി പൈസ കൊടുത്ത് വാങ്ങിക്കുമായിരുന്നു. അപ്പം പല സ്റ്റേറ്റും നേരത്തെ 2-3 വർഷം മുമ്പ് തന്നെ വന്നു. പക്ഷെ നമ്മൾ കഴിഞ്ഞ കൊല്ലം റീസെൻ്റ് ആയിട്ടാണ് കേരളത്തിൽ സ്റ്റാമ്പ്. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റാമ്പ് പേപ്പർ വാങ്ങിക്കാൻ പോകുമ്പോൾ ഇപ്പോൾ വാങ്ങിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, അവിടെ ചെന്ന് വാങ്ങിക്കുമ്പോൾ നമുക്ക് അത് പ്രിൻറ്റ് ചെയ്ത് സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് പ്രിൻറ്റ് ചെയ്ത് തരുവാണ്. നേരത്തെ അങ്ങനെയല്ല, അവിടെ പൈസ 100 രൂപ 50 രൂപ അങ്ങനെയുള്ളതിൻ്റെ സ്റ്റാമ്പ് കൊടുക്കുമ്പോൾ അവരവിടെ വെണ്ടർ നമുക്ക് എഴുതി ഇങ്ങോട്ട് തരികയാണ് ചെയ്യുന്നത്. സ്റ്റാമ്പ് പേപ്പർ ഫിസിക്കലി ഇതിപ്പോൾ നമ്മൾ ഈ സ്റ്റാമ്പായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്തിട്ട് കൊടുക്കുക. ഈ സ്റ്റാമ്പ് ഡ്യൂട്ടി അടയ്ക്കുന്ന ഗവൺമെൻറ് ഡയറക്റ്റ് ആയിട്ട് അന്നേരം അടയ്ക്കുക. ഈ സ്റ്റാമ്പ് വാങ്ങുമ്പോൾ അതിൻ്റെ അകത്ത് കണ്ടന്റുകൾ അതിൻ്റെ അകത്ത് വരുന്നില്ല, നമ്മൾ പൈസ അടച്ചിട്ട് ഈ സ്റ്റാമ്പ് പേപ്പർ മേടിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതിൽ ഒരു ഇതിപ്പോൾ സാർ ചോദിച്ചതുകൊണ്ട് ഞാൻ പറയാം, എന്ന് വെച്ചാൽ കേരളത്തിൽ ഇപ്പം നമ്മളിപ്പോൾ കർണാടകത്തിലാണ് പാർട്ണർഷിപ്പ് ഡീഡ് എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ നമുക്ക് 5000 സ്റ്റാമ്പ് വാങ്ങിച്ചിട്ട് നമ്മളതിൽ പേപ്പർ വാങ്ങിച്ചിട്ട് അത് നമ്മൾ അല്ലെ ഓൾറെഡി ഉള്ള സ്റ്റാമ്പ് പേപ്പർ വാങ്ങിച്ചിട്ട് അതിൽ നമ്മൾ പ്രിൻ്റ് എടുത്തിട്ട് അത് കൊടുക്കുക. പക്ഷേ കർണാടക ഇപ്പം നമ്മുടെ സമീപ സംസ്ഥാനമായ കർണാടകത്തിൽ ഞാനിപ്പോൾ റീസെൻ്റായിട്ട് ചെയ്തൊരു ഫേം, അവിടെ നമ്മൾ ആ സൈറ്റിൽ പോയി കഴിഞ്ഞിട്ട് നമ്മൾ ഈ സ്റ്റാമ്പിൻ്റെ കൂടെ അതിൻ്റെ മാറ്റർ ഫുള്ളായിട്ട് കൊടുക്കണം. ഈ പാർട്ട്ണർഷിപ്പ് ഫേമിൽ മാറ്റർ ഫുള്ളായിട്ട് കൊടുത്തിട്ടാണ് നമ്മളതിൽ അത് ഈ സ്റ്റാമ്പ് തന്നെ ഈ സൈൻ കൂടി ചെയ്തതിന് ശേഷം ആധാർ OTP വെച്ചിട്ട് ഈ സൈൻ കൂടി അതിൻ്റെ പാർട്ട്നേഴ്സ് ചെയ്തിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുത്താണ് ചെയ്യുന്നത്. ആ ഒരു വ്യത്യാസം ഇത് റീസെൻ്റായിട്ട് കേരളത്തിലും വരുവായിരിക്കാം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അതാണ് വ്യത്യാസം. അപ്പം കേരളത്തിൽ നമ്മൾ ഈ സ്റ്റാമ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ മാനുവലി നമ്മൾ പ്രിൻ്റ് എടുത്തിട്ട് അതിൻ്റെ കോപ്പി വേണമെങ്കിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാം. അപ്പം പാർട്ട്ണർഷിപ്പ് ഫേം ആകുമ്പോൾ നമ്മൾ രജിസ്റ്റർ, ഇപ്പം ഞാൻ LLPയുടെ രജിസ്ട്രേഷൻ പറഞ്ഞു, രജിസ്ട്രാർ ഓഫ് കമ്പനീസ് മിനിസ്ട്രി MCAയുടെ കീഴിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞ പോലെ പാർട്ട്ണർഷിപ്പ് ഫേമിനും ഉണ്ട്. രജിസ്ട്രാർ ഓഫ് ഫേം എന്ന് പറഞ്ഞ ഒരാൾ നമ്മുടെ തിരുവനന്തപുരത്ത്, കേരള സ്റ്റേറ്റിൻ്റെയാണ് ഞാൻ പറയുന്നത്, ഇപ്പം തിരുവനന്തപുരത്തുണ്ട് രജിസ്ട്രാർ ഓഫ് ഫേം. അത് ശരിക്കും മാൻഡേറ്ററി ആയിട്ട് ചെയ്യണമെന്നില്ല. സാറിപ്പം സംസാരിച്ചപ്പം പറഞ്ഞു പാർട്ട്ണർഷിപ്പും നമ്മൾ രജിസ്റ്റർ ചെയ്യണമെന്നുള്ളൊരു കാര്യം നിർബന്ധമില്ല എന്ന് പറഞ്ഞു, അങ്ങനെയുണ്ടോ? അതായത് ഞാൻ പറയാം സാർ, നമ്മളിപ്പം നമ്മൾ വസ്തു വാങ്ങിച്ചു രജിസ്റ്റർ ചെയ്യുന്നുണ്ട് ഇല്ലേ? അതായത് നമ്മൾ പല ഡോക്യുമെൻറ്റും അതാണ് നമ്മൾ സബ് രജിസ്ട്രാർ ഓഫീസിൽ പോയിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ സബ് രജിസ്ട്രാർ ഓഫീസിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യുന്നത് പോലെ തന്നെയാണ് നമ്മളൊരു പാർട്ട്ണർഷിപ്പ് ഡീഡ് എക്സിക്യൂട്ട് ചെയ്തിട്ട് അതും രജിസ്റ്റർ ചെയ്യുന്നത്. അത് സബ് രജിസ്ട്രാർ ഓഫീസിലല്ലെന്ന് മാത്രമേ ഉള്ളൂ. അതിന് നമുക്ക് രജിസ്ട്രാർ ഓഫ് ഫേം എന്ന് പറഞ്ഞ സെപ്പറേറ്റ് ഓഫീസ് തിരുവനന്തപുരത്തുണ്ട്. ഇപ്പം രജിസ്ട്രേഷൻ ഉദാഹരണം നമ്മൾ ഇപ്പം ട്രസ്റ്റ് ഡീഡ് ഇതൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സബ് രജിസ്ട്രാർ ഓഫീസുകളിലാണ്. പക്ഷേ പാർട്ട്ണർഷിപ്പ് ഫേമിന് മാത്രമായിട്ട് നമ്മുടെ കേരള ഗവൺമെൻറ് തിരുവനന്തപുരത്ത് രജിസ്ട്രാർ ഓഫ് ഫേം ഉണ്ട്. അവിടെ നമുക്ക് അതെല്ലാം നമുക്ക് ഓൺലൈനിൽ ചെയ്യാം. ഓൺലൈനിൽ ചെയ്തു തിരുവനന്തപുരത്ത് മാത്രമേ ഉള്ളൂ. തിരുവനന്തപുരത്ത് കേരളത്തിൻ്റെ രജിസ്ട്രാർ ഓഫ് ഫേം എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത്. ഇപ്പോൾ ഓൺലൈനിൽ ഈ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞ സൈറ്റ് വഴി നമുക്കത് ചെയ്യാൻ പറ്റും. ചെയ്തിട്ട് നമ്മൾ അതിനും 2000 രൂപീസ് രജിസ്ട്രേഷൻ ഫീ കൊടുക്കണം. അതും കഴിഞ്ഞ കൊല്ലം അത് റിവൈസ് ചെയ്തു. പണ്ട് 200 രൂപ എന്നുള്ളത് ഇപ്പോൾ 2500 എന്നുള്ളത്
2000 രൂപയാക്കിയിട്ടുണ്ട്. അത് നമുക്ക് ഈ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്ത് നമുക്ക് രജിസ്റ്റർ ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് സാർ ചോദിച്ചപ്പോൾ രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആണോ എന്നുള്ളത് സാർ ചോദിച്ചല്ലോ. അതായത് ഇതിൻ്റെ രജിസ്ട്രേഷൻ മാൻഡേറ്ററി അല്ല ശരിക്കും. പാർട്ട്ണർഷിപ്പ് ഫേം നമ്മൾ പക്ഷേ പല ബാങ്കുകൾ ചിലപ്പം ചോദിക്കും രജിസ്റ്റേർഡ് ഫേം ആണോ. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഇപ്പം കോടതിയിൽ ലീഗലി നമ്മൾ പാർട്ട്ണർമാരൊക്കെ ഫൈറ്റ് ചെയ്യും. എന്തെങ്കിലും ഒരു നമുക്ക് പറയില്ല ബിസിനസ്സിൽ 2 പേരാണല്ലോ, അപ്പോൾ അവരുടെ അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ ലീഗലി എന്തെങ്കിലും വരുവാണെങ്കിലൊക്കെ ഇത് രജിസ്റ്റേർഡ് ഫേമുകളാണോ അല്ലയോ എന്നുള്ളതൊരു ചോദ്യം വരും. അതുകൊണ്ടാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത്. പക്ഷേ LLP അങ്ങനെയല്ല. നമ്മൾ മാൻഡേറ്ററി രജിസ്റ്റർ ചെയ്തെങ്കിൽ അത് നമുക്ക് ഇൻകോർപ്പറേറ്റ് പോലും ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ പാർട്ട്ണർഷിപ്പ് ഫേമിൽ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് രണ്ടാമത്, അത് ഓപ്ഷണലാണ്. നമ്മൾ വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്യാം. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എപ്പോഴും നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതായിരിക്കും. അതായത് പാർട്ട്ണർഷിപ്പ് ഫേം സേഫ് ആവാൻ ഏറ്റവും നല്ലത് രജിസ്റ്റർ ചെയ്ത് രജിസ്റ്റർ ഓഫ് ഫേംസിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് വെക്കുന്നത്. അതായത് നമ്മൾ ഈ ഡീഡ് നമ്മൾ വസ്തു വാങ്ങിക്കുമ്പോൾ നമ്മുടെ ഡീഡ് രജിസ്റ്റർ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ 2 പേര് തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണല്ലോ ഇത് അൾട്ടിമേറ്റ്. അപ്പോൾ അത് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് തന്നെയായിരിക്കും. ഇപ്പോൾ സാർ ഇപ്പം 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് പ്രൊപ്പറേറ്ററുടെ കാര്യം പറഞ്ഞു, 2 പാർട്ട്ണർഷിപ്പിൻ്റെ കാര്യം പറഞ്ഞു, LLPൻ്റെ കാര്യം പറഞ്ഞു. ഇനി അടുത്തത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, അതിനെപ്പറ്റി എങ്ങനെയാണ്? അതായത് ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന് പറഞ്ഞാൽ തന്നെ അതും നമുക്ക് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെ കീഴിൽ, അതായത് കമ്പനീസ് ആക്ട്, നേരത്തെ കമ്പനീസ് ആക്ട് 1956 പ്രകാരമായിരുന്നു. അത് നമുക്ക് പുതിയതായിട്ട് റീസെൻ്റായിട്ട് നമുക്ക് 2013 ആണ് കമ്പനീസ് ആക്ട് ഇപ്പോൾ നിലവിലുള്ളത്. അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ വെച്ചിട്ട് അതായത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് ഈ പറഞ്ഞ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ കീഴിൽ തന്നെയാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണെങ്കിലും അതിൽ നമുക്ക് മിനിമം 2 പേര് വേണം രജിസ്റ്റർ ചെയ്യാൻ. അതെ, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി രജിസ്റ്റർ ചെയ്യാനായിട്ടും 2 പേര് വേണം. പബ്ലിക് ലിമിറ്റഡ് ആകുമ്പോഴാണ് നമുക്ക് മിനിമം 3 പേര്, 7 പേര് വേണം. മിനിമം ഡയറക്ടേഴ്സ് 3 പേരും വേണം വരുന്നത്. ഇനി പബ്ലിക് ലിമിറ്റും പ്രൈവറ്റ് ലിമിറ്റും. ഇനി ഇതിൽ തന്നെ നമ്മൾ കമ്പനി പറഞ്ഞതുകൊണ്ട് പറയാം, ഒരു പ്രൊപ്പറേറ്റർക്ക് ഒരു ഇൻഡിവിജ്വൽ തന്നെയാണെങ്കിലും നമുക്കൊരു കമ്പനി രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അതിനാണ് 1 പേഴ്സൺ കമ്പനി എന്ന് പറയും. OPC 1 പേഴ്സൺ കമ്പനി. അതും പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ നേച്ചറൊക്കെ തന്നെയാണെങ്കിലും നമുക്ക് ഒരു വ്യക്തിക്ക് തന്നെ, ഒരു ഇൻഡിവിജ്വലിന് തന്നെ നമുക്ക് കമ്പനി രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അതാണ് 1 പേഴ്സൺ കമ്പനി എന്ന് പറയുക. അവിടെ നമ്മളൊരു നോമിനിയാണ് നമ്മളവിടെ കൊടുക്കുന്നത്. ഒരു വ്യക്തി, ഇപ്പം ഞാൻ എന്ന് പറഞ്ഞ ഒരാൾ എനിക്ക് തന്നെയായിട്ട് വേണമെങ്കിൽ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യാം. അങ്ങനെയാണ് 1 പേഴ്സൺ കമ്പനി. നമ്മൾ നേരത്തെ പണ്ടില്ലായിരുന്നു, അത് കഴിഞ്ഞിട്ട് റീസെൻ്റായിട്ട് വന്നത്. റീസെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു 10-20 വർഷം കൊണ്ട് 2002 എനിക്ക് തോന്നുന്നു. സാർ ഇപ്പം പറഞ്ഞു ഈ 1 പേഴ്സൺ കമ്പനിക്കകത്ത് ഒരു വ്യക്തിയുടെ പേര് രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞു. അത് കൂടാതെ ഒരു നോമിനിയും കൂടെ വേണമോ? നോമിനിയെ നമ്മൾ അതിൽ ഡിക്ലെയർ ചെയ്യണം. ഇതിൽ ഒരു വ്യത്യാസം ഉണ്ടെന്ന്, ഇപ്പം NRIകൾ, ഇപ്പം കേരളത്തിൽ നമ്മൾ NRIകൾ പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങും. പക്ഷേ 1 പേഴ്സൺ കമ്പനി ഒരു NRIക്ക് നമുക്ക് ചെയ്യാൻ പറ്റൂല. അപ്പോൾ റെസിഡൻ്റ് ആയവർക്കാണ് നമുക്ക് 1 പേഴ്സൺ കമ്പനി രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നത്. നമ്മളിപ്പോൾ LLP എന്നാണ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലോട്ട് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിലോട്ട് ഉള്ള കാര്യത്തിലോട്ട് വന്നത്. LLPയും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതായത് LLP ഞാൻ പറഞ്ഞ പോലെ LLPയിൽ ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി നമുക്ക് 200 പേരെ മാക്സിമം മെമ്പറായിട്ട് പറ്റുള്ളൂ. പക്ഷേ LLPയിൽ നമുക്ക് ആ ലിമിറ്റ് ഇല്ല. പിന്നെ LLP എന്ന് പറയുമ്പോൾ LLP ആക്ട് പ്രകാരമായിരിക്കും. അതിലെ ടേംസ് ആൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മുമ്പേ പറഞ്ഞ LLP എഗ്രിമെൻറ്റ് പ്രകാരം നമ്മൾ എഴുതിയുണ്ടാക്കിയ. അതെ, ഇപ്പോൾ കമ്പനികളിലാണെങ്കിൽ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ ഉണ്ട്, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഉണ്ട്. അതാണ് അത് ഡിഫൈൻ ചെയ്യുന്നത് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പം അതിൽ നമ്മൾ മെമ്മോറണ്ടം MOA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഓരോരോ ക്ലോസുകളാണ്. പ്ലേസ്, അതായത് ബിസിനസ് എവിടെയാണ് നടത്തുന്നത്, എത്രയാണ് ക്യാപിറ്റൽ കൊണ്ടുവരുന്നത്, അങ്ങനെയുള്ള ഓരോരോ ക്ലോസുകളാണ് വരുന്നത്. പിന്നെ അതിൻ്റെ മറ്റ് ടേംസ് ആൻഡ് കണ്ടീഷനാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലായിട്ട് വരുന്നത്. അപ്പം ഇത് നമുക്ക് വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമുക്ക് 200 പേര് കൂടുതൽ വരുമ്പോൾ നമുക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി പറ്റില്ല. അപ്പോൾ നമ്മൾ വേണമെങ്കിൽ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാകാം. ഇതുപോലെ തന്നെ LLP പോലെ തന്നെ പബ്ലിക് കമ്പനികളിലും നമുക്ക് നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എത്ര വേണമെങ്കിലും ആകാം. അത് അങ്ങനെ പബ്ലിക് കമ്പനികളാണ് നമ്മൾ പിന്നെ IPOയ്ക്കും ഒക്കെ ഇൻ ഫ്യൂച്ചറിൽ പോകുന്നത്. അതിന് നമ്മൾ മറ്റ് കണ്ടീഷൻസുകളും ഒക്കെ ഉണ്ട്. ഈ LLPയുടെ തന്നെയാണെങ്കിലും നമ്മൾ ആദ്യമേ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന നമ്പറിൽ നിന്ന് നമുക്ക് ആൾക്കാരെ കൂട്ടുകയും ചെയ്യാൻ പറ്റും, വേണമെങ്കിൽ കുറയ്ക്കാം. അതായത് പാർട്ട്ണറിൻ്റെ റിട്ടയർമെൻറ്റും വേണം, അഡീഷനും വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് തന്നെ. ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഒരു ബിസിനസ് തന്നെ ഒരു 200 പേരെ അല്ലെങ്കിൽ 150 പേരെ ഉള്ളൊരു ആൾക്കാരെ പാർട്ട്നേഴ്സിനെ വെച്ചിട്ട് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ്? അതാ ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മൾ ഒരു ബിസിനസ് ചെയ്യാൻ പോകുന്ന അല്ലെ ഉള്ള ബിസിനസ് നമ്മൾ കൺവേർട്ട് ചെയ്ത് പോകുന്നത് ഏത് ഫേമിലോട്ട് വേണം എന്നുള്ളത്. അപ്പം നമ്മൾ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി വേണോ LLP വേണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ ആ ഫണ്ടിൻ്റെ രീതിയിലാണ്, അല്ലെങ്കിൽ ടാക്സ് ഏത് ഫാക്ടർ ബേസിലാണ് വരുന്നത്. ഇതിൽ ഞാൻ മുമ്പേ പറഞ്ഞപ്പം ടാക്സിൻ്റെ ഇംപ്ലിക്കേഷനാണ് ഒരു ഫാക്ടർ വരുന്നത്. പിന്നെ വരുന്നതാണ് നമുക്ക് ഫണ്ട് കൊണ്ടുവരണം, എത്ര കൂടുതൽ ആൾക്കാരുടെ നിന്ന് കൊണ്ടുവരണം, അങ്ങനെയുള്ളത് ക്യാപിറ്റൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. മൂന്നാമത് ഒരു ഫാക്ടർ കൂടി ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൺട്രോളാണ്
ആസ്പെക്ട്സ്. അതായത് ഒരു പ്രൊപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ അവിടെ ഒരാളേ ഉള്ളൂ, ഒറ്റയാൾ, രാജാവ് അയാളാണ് എല്ലാം തീരുമാനിച്ച് ചെയ്യുന്നത്. പാർട്ട്ണർഷിപ്പ് ഫേം ആകുമ്പം രണ്ടുപേര് തമ്മിൽ മ്യൂച്വലി ഉള്ള തീരുമാനങ്ങളായിരിക്കും അവിടെ എഫക്റ്റീവായിട്ട് വരുന്നത്. LLP ആകുമ്പോൾ കുറച്ചുകൂടി കൂടി ആൾക്കാർ പലതുണ്ട്, അപ്പോൾ കൺട്രോള് ഡൈല്യൂട്ടായി പോകുന്നതിനൊക്കെ സാധ്യതകളുണ്ട്. അപ്പം പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആകുമ്പോഴും അപ്പോൾ ഞാൻ പറഞ്ഞ ഇപ്പം 3 ഇംപ്ലിക്കേഷൻ, ഒന്ന് ടാക്സ് വരുന്നുണ്ട്, കൺട്രോൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഫണ്ട് കൊണ്ടുവരുന്നുണ്ട്, എത്രയാണ് നമുക്ക് ഈ ക്യാപിറ്റൽ വേണ്ടത്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ, ഇതുപോലെയുള്ള പല കാര്യങ്ങളുണ്ട്. ഇതിൽ മെയിനായിട്ടുള്ള കാര്യമാണ് ഈ 3 കാര്യങ്ങൾ തീരുമാനിച്ചിട്ടാണ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലോട്ട് വേണ്ടയോ എന്നുള്ളത് വരുന്നത്. ഇപ്പോൾ സ്റ്റാർട്ടപ്പായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന ഒരാൾക്ക് വേണമെങ്കിൽ എപ്പോഴും നല്ലത് ഒന്നെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അല്ലെങ്കിൽ LLPകളായിരിക്കും സ്റ്റാർട്ടപ്പായിട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട് എപ്പോഴും നല്ലത് വരുന്നത്. ഓക്കെ. അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം കൂടി ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ പബ്ലിക് ലിമിറ്റഡ് കമ്പനി എന്ന് പറയുന്നത് എന്താണ്? പബ്ലിക് ലിമിറ്റഡ് ഞാൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന് പറഞ്ഞു മിനിമം 2 പേര് വേണം, മാക്സിമം നമുക്ക് 200 വരെ പോകാൻ പറ്റുള്ളൂ. പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിലെ മെമ്പർമാർ, നമ്മളിപ്പം ഒരു ഷെയർ ഹോൾഡറെ നമ്മൾ മെമ്പർ എന്നാണ് കമ്പനികളിൽ പറയുന്നത്. ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പ്രൈവറ്റ് ലിമിറ്റഡിൽ പറഞ്ഞു മിനിമം 2 പേരാണ് മെമ്പർമാരായിട്ട് വേണ്ടത്, 2 ഡയറക്ടേഴ്സും വേണം. അതേ സ്ഥാനത്ത് പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആകുമ്പോൾ നമുക്ക് മിനിമം 7 പേര് വേണം മെമ്പർമാരായിട്ട്. അതുപോലെ തന്നെ മിനിമം നമുക്ക് 3 ഡയറക്ടേഴ്സും വേണം. അങ്ങനെ ടോട്ടൽ 10 പേര് വേണം. വേണ്ട, 7 പേരിൽ തന്നെ 3 പേര് ഡയറക്ടറായിട്ട് മിനിമം. അതിൽ കൂടുതൽ ഡയറക്ടർ ആയെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. അപ്പം അതുപോലെ തന്നെ ഇതിലെ നമ്പർ ഓഫ് മെമ്പേഴ്സിൻ്റെ എണ്ണം നമുക്ക് ലിമിറ്റ് ഇല്ല, എത്ര വേണേലും ആകാം. പബ്ലിക് അത് ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും. ഷെയർ ഹോൾഡേഴ്സ്, അതാണ് നമ്മൾ ഈ കമ്പനികളുടെ ഷെയർ ഹോൾഡേഴ്സിനാണ് നമ്മൾ മെമ്പർ എന്ന് പറയുന്നത്. മറ്റേ നമ്മൾ LLPയിൽ അതിലെ പാർട്ട്ണർ എന്ന് പറയുന്ന രീതിയിലാണ് കമ്പനികളിൽ നമ്മൾ മെമ്പർ എന്ന് പറയുന്നത്. അതിൻ്റെ ലയബിലിറ്റികളൊക്കെ ലിമിറ്റഡ് ആയിരിക്കുമോ? ലിമിറ്റഡ് ആയിരിക്കും. അതാണ് നമുക്ക് ഒരു കമ്പനിയിലെ ലയബിലിറ്റി എന്ന് പറയാം, മെമ്പറുടെ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ മെമ്പറുടെ ഷെയർ ഹോൾഡിംഗ് ആയിരിക്കും. എത്ര ഷെയറുണ്ട് ആ വാല്യൂ വരെ നമുക്ക് ലിമിറ്റ് ചെയ്തിരിക്കും. ആ കമ്പനിക്ക് എന്ത് ലയബിലിറ്റി വന്നാലും, നോർമൽ രീതിയിൽ എന്ത് ലയബിലിറ്റി വന്നാലും അത് ബാധിക്കില്ല, അവരുടെ ഷെയറിനെ ബാധിക്കുകയുള്ളൂ. ഓക്കെ. ഇപ്പോൾ സാറിപ്പോൾ വളരെ വിശദമായിട്ട് ബിസിനസ്സിൽ നമ്മൾ ഏതൊക്കെ രീതിയിൽ രജിസ്ട്രേഷൻ എടുക്കണമെന്നുള്ളൊരു കാര്യം സംസാരിച്ചു. പ്രൊപ്പറേറ്റർ വേണോ, പാർട്ട്ണർഷിപ്പ് വേണോ, LLP വേണോ, അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് അല്ലെങ്കിൽ പബ്ലിക് ലിമിറ്റഡ് കമ്പനി വേണോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന പല ആൾക്കാർക്കും, ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ പല പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ അയാൾക്ക് LLPയിലോട്ട് മാറാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. LLPയിലുള്ള ഒരാൾക്ക് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലോട്ട് മാറാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. അങ്ങനെ മാറാൻ പറ്റുമോ? പറ്റും. അത് മനസ്സിലായി. അതായത് ഇപ്പോൾ എക്സിസ്റ്റിംഗ് ബിസിനസ് ചെയ്യുന്നവർക്ക് വേണേൽ ഒരു എക്സ്പാൻഷൻ ആണ് വിചാരിക്കുന്നത്, അല്ലെങ്കിൽ അവർ ടാക്സ്, ഇപ്പം ഈ പ്രൊപ്പറേറ്റ് ആണെങ്കിൽ സാറിന് അറിയാം നമ്മൾ സ്ലാബ് റേറ്റ് എന്നാന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ടാക്സ് ഇംപ്ലിക്കേഷൻസ് നമുക്ക് കുറയ്ക്കുക. അതായത് ടാക്സ് നമുക്ക് ഇപ്പോൾ 2 ഇൻഡിവിജ്വൽ ആണെങ്കിൽ നമുക്ക് പാർട്ട്ണർഷിപ്പ് ഫേമിന് വേറൊരു റേറ്റ് ആണെങ്കിൽ നമുക്ക് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളത് വിചാരിച്ചിട്ട് നമുക്ക് ഇപ്പോഴത്തെ പ്രൊപ്പറേറ്ററിനെ വേണമെങ്കിൽ നമുക്ക് പാർട്ട്ണർഷിപ്പ് ഫേമായിട്ട് കൺവേർട്ട് ചെയ്യാം. അതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് LLP ആക്കി മാറ്റാം. അപ്പം LLP പാർട്ട്ണർഷിപ്പ് ഫേമിലുള്ള കണ്ടീഷൻ, അതായത് മിനിമം 2 പേര് വേണം, ആ രീതിയിലുള്ളത് മാറ്റി നമുക്ക് ഏത് ബിസിനസ്സിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാം. ഇനി അതുപോലെ തന്നെ തിരിച്ചും കൺവേർട്ട് ചെയ്യാം. ഇപ്പം വൺസ് നമ്മൾ LLPയിലോട്ട് പോയി അല്ലെങ്കിൽ കമ്പനിയാക്കി മാറ്റി അത് നമുക്ക് തിരിച്ച് കൊണ്ടുവരാൻ പറ്റുമെന്ന് വെച്ചാൽ അതും നമുക്ക് ചെയ്യാൻ പറ്റും, പോസിബിൾ ആയിട്ടുള്ളത്. അത് കുറച്ച് പേപ്പർ ഡോക്യുമെൻറ്റ് വർക്കുകൾ ROCയുടെ ഇതിൽ ഫയൽ ചെയ്യണം എന്നുള്ളത് മാത്രം. അപ്പം ഒരു എക്സ്പാൻഷനാണ് വിചാരിക്കുന്നതെങ്കിൽ നമ്മളെപ്പോഴും പ്രൊപ്പറേറ്റർ ബിസിനസ്സിനെ നമ്മൾ പാർട്ട്ണർഷിപ്പ് ഫേം ആക്കാം. ഇനി അതിലും കൂടുതൽ വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് LLPയിലാക്കി മാറ്റാം. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ കമ്പനിയാക്കി ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ പറ്റും. അതായത് LLPയുടെ റൂൾസും റെഗുലേഷൻസും അതായത് ഇപ്പോഴത്തെ നമ്മുടെ അസറ്റ് ആൻഡ് ലയബിലിറ്റി എല്ലാം തന്നെ അത് വരുന്ന റിസൾട്ടൻ്റ് ആയിട്ട് വരുന്ന അതിൻ്റെ LLP എങ്കിൽ LLP, അല്ലെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എങ്കിൽ അതിൻ്റെ അസറ്റ് ആൻഡ് ലയബിലിറ്റി ആയിട്ട് മാറ്റി നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ കൺവേർഷൻ പറ്റൂല. ഒരു ബിസിനസ്സിന് നമ്മൾ അടുത്ത സക്സസർക്ക് കൊടുക്കും. അതായത് അതാണ് നമ്മൾ ഇപ്പോൾ സാറ് ബിസിനസ് ചെയ്തു വരുന്നു, അത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ സാറിൻ്റെ മക്കൾക്ക്, അടുത്ത തലമുറകൾക്കൊക്കെ കൊടുക്കണം. അപ്പോൾ സാറിന് 2 കൂടുതൽ മക്കൾ വരുമ്പോൾ നമ്മൾ ചിലപ്പം പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയോ അല്ലെ LLPയോ ഉള്ള രീതിയിലോട്ട് മാറ്റിയിട്ട് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. അപ്പോൾ അതുകൂടി നമ്മൾ ഇൻഫ്യൂസ്, അതാണ് നമ്മളൊരു ബിസിനസ് കാണുമ്പോൾ നമ്മൾ അടുത്ത തലമുറയിലോട്ട് കൈമാറുന്നത് വരും നമ്മളിതിലൊരു ഫാക്ടറാണ്. അപ്പോൾ അതുകൂടി ആയിട്ടാണ് നമ്മൾ ഓരോരോ എക്സ്പാൻഷനൊക്കെ വരുന്നത്. അങ്ങനെ വരുമ്പോൾ LLP, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, പബ്ലിക്കായിട്ടും ഒക്കെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ ആരെയാണ് സമീപിക്കേണ്ടത്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന അതായത് കൺസൾട്ടിങ് ഏജൻസികളുണ്ട്. അതായത് ഈ കമ്പനി സെക്രട്ടറികൾ, അതേപോലെ തന്നെ ചാർട്ടേഡ് അക്കൗണ്ടന്മാർ, ഇവരൊക്കെ ഇത് ചെയ്തു തരാൻ പറ്റുന്നത് എല്ലാവർക്കും കൺസൾട്ടിങ് ആയിട്ടുള്ളവർ. ഇപ്പം ഒരു പ്രൊപ്പറേറ്റർക്ക് LLPയിലോട്ട് മാറണമെങ്കിൽ അവരുമായിട്ട് സമീപിച്ച്, അതായത് നമുക്ക് ഇങ്ങനെയുള്ള കൺസൾട്ടിങ് ചാർട്ടേഡ് അക്കൗണ്ടന്മാർ മെയിനായിട്ട് ഇതെല്ലാം ചെയ്തു കൊടുക്കും. അത് ഏത് ടൈപ്പ് ഓഫ് ബിസിനസ് ചെയ്യുന്ന ബിസിനസ്സിനെ മാറ്റാൻ പറ്റും, സർവീസിനെയും മാറ്റാൻ പറ്റും. സർവീസിനെ മാറ്റാം. ഡോക്ടർ, അതായത് ഉദ്ദേശിച്ച സർവീസ് സെക്ടറിലുള്ളവർക്കും വേണമെങ്കിൽ നമുക്ക്
പറ്റും, ഉറപ്പായിട്ട് പറ്റും. ഓക്കെ, ചെയ്യാൻ പറ്റുന്ന ഇപ്പോഴത്തെ നിയമം ഇതനുസരിച്ചിട്ട് നമുക്ക് അങ്ങനെ കൺവേർഷൻ പറ്റും. അത് ഇപ്പോൾ ഈ അടുത്ത് തുടങ്ങിയതാണോ അല്ല ആദ്യം മുതൽ തന്നെ അങ്ങനെ നിയമം പണ്ട് തൊട്ടേ ഉള്ളതാണ്. അതായത് കമ്പനീസ് ആക്ടിൽ 1956 ആയിരുന്നപ്പോഴും അതിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. 2013 വന്നപ്പോഴും പറ്റുന്നുണ്ട്. LLP പാർട്ട്ണർഷിപ്പ് ഫേമിനെ LLP ആയിട്ട് കൺവേർട്ട് ചെയ്യുക. കാരണം നമ്മുടെ ഇൻകം ടാക്സ് ആക്ടിൽ അത് തന്നെയാണെങ്കിലും നമുക്ക് ഒരു കുറച്ചുകൂടി റെക്കഗ്നീഷൻ കിട്ടുമല്ലോ LLP ആകുമ്പോൾ. ആ രീതിയിൽ നമുക്ക് കൺവേർട്ട് ചെയ്ത് ഒത്തിരി ധാരാളം പേര് ചെയ്യുന്നുണ്ട്. കാരണം കൂടുതൽ ആൾക്കാരെ വേണം, കൂടുതൽ കുറച്ചുകൂടി എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ ആൾക്കാർ വേണ്ടി വരും, ക്യാപിറ്റലും അതൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്, ധാരാളം നടക്കുന്നുമുണ്ട്. ഇപ്പോൾ നമ്മളിങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടിനോ അല്ലെങ്കിൽ കമ്പനി അത് കൺസൾട്ടിങ് ഉണ്ട്. ഇത് മെർജർ ആൻഡ് അക്വിസിഷൻ അല്ലെങ്കിൽ കൺവേർഷൻ ചെയ്തു കൊടുക്കുന്ന സ്പെഷ്യലൈസ് ചെയ്തവരുമുണ്ട്. അല്ലാതെയുള്ള അവരുടെ ചാർട്ടേഡ് അക്കൗണ്ട് ചോദിച്ചാൽ ഇത് ചെയ്യാമെന്ന്. അത് അത്ര വലിയ ഇതില്ല, കുറച്ച് പേപ്പർ വർക്കുകൾ വേണം, ROCയിൽ ഫയൽ ചെയ്യണം, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റും. അതിനിങ്ങനെ സമയം ഉണ്ടോ? ഒരുപാട് സമയം എടുക്കുന്ന ഒരു ഇല്ല. അതേ സാറിന് ഈ സമയം എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ പേപ്പർ ഡോക്യുമെൻ്റിൻ്റെ പ്രിപ്പറേഷനുള്ള സമയമാണ് വരുന്നത്. അതായത് നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഒരു LLP ആണ് അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിട്ട് വരുമ്പോൾ നമുക്കറിയാമല്ലോ അതിൻ്റെ LLPയിൽ വരുന്നത് പോലെ കമ്പനിയിലോട്ട് വരുമ്പോൾ അതിൻ്റെ എല്ലാ അസറ്റും ലയബിലിറ്റിയിലും നമ്മൾ അതിനകത്തോട്ട് കൊണ്ടുപോകുകയാണ്. അപ്പം അവിടെ ലയബിലിറ്റി ഉള്ളതിൻ്റെ പലതിൻ്റെ നമ്മൾ NOCകളൊക്കെ എടുക്കേണ്ടി വരും. ഒരു നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റുകൾ ക്രെഡിറ്റേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ മറ്റ് അഡ്വാൻസസുകൾ, ലോൺസ് ആൻഡ് അഡ്വാൻസ് അതൊക്കെ വേണ്ടി വരും. ബാങ്കുകൾ ചിലപ്പോൾ ലോൺ പ്രൊവൈഡ് ചെയ്തിട്ട് അങ്ങനെയുള്ളത് കൊണ്ടുള്ള ഒരു കാലതാമസമാണ് വരുന്നത്. അല്ലാതെ ഉള്ളത് ഫോം ഫയൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാം കോമൺ ആയിട്ട് വരുന്നതാണ്. അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പക്ഷേ ഇങ്ങനെയുള്ള കുറേ ഇപ്പോൾ ഒത്തിരി പാർട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ആ പേപ്പർ വർക്കിൻ്റെ ഒരു താമസമാണ് ശരിക്കും വരുന്നത്. വേറെ അല്ലാതെ ഒരു ബുദ്ധിമുട്ടും വരുന്നില്ല.